63ാമത് കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചരിത്ര നഗരം ഒരുങ്ങി. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെ നടക്കാവ് GHSSൽ ആരംഭിക്കുന്ന സ്റ്റേജ് മത്സരങ്ങളോടെ 5 നാൾ നീണ്ടു നിൽക്കുന്ന കലയുടെ വസന്തോത്സവത്തിന് വേദികൾ ഉണരുകയായി. മുഖ്യവേദി മലബാർ ക്രിസ്ത്യൻ കോളേജ് HSS ഗ്രൗണ്ടാണ്. ബുധനാഴ്ച രാവിലെ 8:30 പതാക ഉയർന്നതോടെയും ജില്ലയിലെ വിദ്യാലയങ്ങളിലെ അധ്യാപികമാരുടെ കൂട്ടായ്മയിൽ ആവിഷ്കരിച്ച നൃത്തപരിപാടികളോടെ കലയുടെ നൂപരധ്വനി ഉയരുകയായി. തുടർന്ന് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ തോട്ടത്തിൽ രവീന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. സാഹിത്യകാരൻ ബെന്യാമിൻ മുഖ്യാതിഥിയായിരിക്കും. 319 ഇനങ്ങളിലായി 8000-ഓളം കലാപ്രതിഭകൾ 5 നാളുകളായി അരങ്ങേറുന്ന മത്സരത്തിൽ മാറ്റൊരുക്കും. ഇക്കുറി കലോത്സവ മാനുവൽ പരിഷ്കരണത്തിന്റെ ഭാഗമായി ആദിവാസി ഗോത്രകലയായ ഇരുള നൃത്തം, പാലിയ നൃത്തം, പണിയ നൃത്തം, മംഗലം കളി, മലപ്പുലിയാട്ടം എന്നീ 5 കലകളിൽ മത്സരങ്ങൾ ചരിത്രമുറങ്ങുന്ന മാനാഞ്ചിറയിലെ BEM ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങ് തകർക്കുമെന്ന സവിശേഷതയുമുണ്ട്. നഗരത്തിലെ വിവിധ വിദ്യാലയങ്ങളിലെ 20 വേദികളിലായാണ് മത്സരം നടക്കുന്നത്. മീഡിയ സെന്റർ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രകാരൻ പോൾ കല്ലനോട് ഉദ്ഘാടനം ചെയ്തു. ആധികാരിക ഔദ്യോഗിക പ്രതിനിധികളുമായ ആളുകൾ, മനോജ് സാർ അടക്കമുള്ള ആളുകൾ, DD അടക്കമുള്ള ആളുകൾ, പിന്നെ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ, വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തകർ എല്ലാം ചേർന്നിട്ട് ഒരു ലളിതമായ തുടക്കം കുറിക്കുമ്പോൾ അതിൻ്റെ മീഡിയ സെന്റർ ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു ബഹുമതി എന്നിൽ ആരോപിച്ചതിന് എനിക്ക് നന്ദിയുണ്ട്. DDEC മനോജ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കലയുടെ പകർന്നാട്ടം കോഴിക്കോട് ജില്ലയിലെ എല്ലാ ജനങ്ങളിലും എത്തിക്കാനുള്ള കടമയായി മാധ്യമപ്രവർത്തകർ കാണണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാധ്യമപ്രവർത്തകരുടെ കടമ. വലിയ നൃത്തം എന്ന് പറയുന്ന ഒരു നൃത്തം വന്നിരിക്കുന്നു, പുലയ ആട്ടം എന്ന് പറയുന്ന നൃത്തം വന്നിരിക്കുന്നു. ഈ ആട്ടത്തെ നമ്മുടെ ഓരോ വീടിൻ്റെയും അകത്തളങ്ങളിൽ കാണിച്ചു കൊടുക്കുക, അതിൻ്റെ വിശദാംശങ്ങൾ എത്തിക്കുക. അങ്ങനെ ഒരു സാംസ്കാരിക ലയം സാധ്യമാക്കി തീർക്കുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. അതെന്തായാലും ഉണ്ടാകുമെന്നറിയാം. എൻലൈറ്റ് ന്യൂസ് മുക്കം.